ലണ്ടനിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനെതിരെ ഇന്ത്യൻ പതാക കീറിയെറിഞ്ഞ് ഖലിസ്ഥാൻവാദികളുടെ പ്രതിഷേധമുണ്ടായി. ഏറ്റവും ഷോക്കേൽപ്പിക്കുന്ന ഒരു വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലണ്ടനിലെ ചാത്തം ഹൗസിലെ ആലോചനാ യോഗത്തിൽ പങ്കെടുത്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തിരികെ കാറിൽ കയറുമ്പോൾ പ്രതിഷേധക്കാർ പാഞ്ഞെടുത്തു എന്ന വിവരമൊന്നും അതിൻ്റെ ദൃശ്യമൊന്ന് പ്രേക്ഷകർക്ക് കാണാം. വിവരങ്ങളുമായി ചേരുന്നു ബൽറാം. ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു ലണ്ടനിൽ ഉണ്ടായത്. വെരി ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായും നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വ്യക്തമാകുന്നതാണ്, വളരെ ആസൂത്രിതമായ ഒരു പ്രതിഷേധം തന്നെയാണ് ലണ്ടനിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന് നേരെ ഉണ്ടായത്. അദ്ദേഹം 2 ദിവസമായി UK സന്ദർശനത്തിലാണ്. അതിനിടെയാണ് ചാത്തം ഹൗസിലെ തിങ്ക് ടാങ്ക് ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം എത്തിയ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പ്രതിഷേധമുണ്ടായത്. അദ്ദേഹം വരും എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അദ്ദേഹം എത്തുന്നതിന് മുമ്പായി തന്നെ ഈ കെട്ടിടത്തിൻ്റെ എതിർവശത്ത്, റോഡിൻ്റെ എതിർവശത്ത് ഖലിസ്ഥാൻ അനുകൂലികൾ മുദ്രാവാക്യങ്ങളും പതാകകളുമായി എത്തിയിരുന്നു. തുടർന്ന് അവരുടെ എണ്ണം, അദ്ദേഹം എത്തിയതിന് പിന്നാലെ അവരുടെ എണ്ണം വർദ്ധിച്ചു. അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങിപ്പോകുമ്പോഴാണ് അദ്ദേഹത്തിന് നേരെ ആക്രമണ ശ്രമം ഉണ്ടാകുന്നത്. അദ്ദേഹവും ഇന്ത്യയുടെ ഉന്നത ഉദ്യോഗസ്ഥരും പോകുമ്പോൾ അവർക്ക് നേരെ മുദ്രാവാക്യം വിളിച്ച ഈ ഖലിസ്ഥാൻ അനുകൂലികൾ അതിനുശേഷം അദ്ദേഹം വാഹനത്തിൽ കയറി മുന്നോട്ട് നീങ്ങുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് ആക്രമിക്കാൻ ശ്രമിച്ചു. ഒരു പ്രതിഷേധക്കാരൻ ഇന്ത്യൻ പതാകയുമായി അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് മുന്നിൽ കയറി ആ പതാക കീറി എറിയുകയാണ് ഉണ്ടായത്. ഇന്ത്യൻ പതാകയെ അപമാനിക്കുന്ന പല സംഭവങ്ങൾ ഈ പ്രതിഷേധത്തിനിടെ ഉണ്ടായി. പ്രതിഷേധക്കാർ ഫുട്ബോളിൽ ഇന്ത്യൻ പതാക ചുറ്റിക്കെട്ടി തട്ടിക്കളിക്കുകയും നിലത്തിട്ട് ചവിട്ടുന്നതുമായ സംഭവങ്ങൾ ഉണ്ടായി. ഇത്തരത്തിൽ വിദേശ രാജ്യത്ത് വെച്ച് ഇന്ത്യൻ പതാക അപമാനിക്കുന്നത് കടുത്ത നിയമ ലംഘനം തന്നെയാണ്. ഈ പ്രതിഷേധക്കാരനെ പോലീസ് അവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത് നീക്കുകയായിരുന്നു. മറ്റ് പ്രതിഷേധക്കാരെയും പോലീസ് നീക്കിയിട്ടുണ്ട്. ഈ വിദേശ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, ഖലിസ്ഥാൻ അനുകൂല പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട് എങ്കിൽ പോലും വിദേശകാര്യമന്ത്രിക്ക് നേരെ ഇത്തരത്തിലൊരു ആക്രമണ ശ്രമവും അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള ശ്രമം, ഒപ്പം തന്നെ ഇത്തരത്തിൽ പതാക അപമാനിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധവും ഉണ്ടാകുന്നത് ആദ്യമാണ്. എന്തായാലും ശക്തമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്ന ഒരു ആവശ്യം തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിനുള്ളത്. താങ്ക് യു ബൽറാം. നെടുങ്ങടി, വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ്. നമ്മുടെ വിദേശകാര്യമന്ത്രി, പരിണതപ്രജ്ഞനായ പരിചയസമ്പന്നനായ IFS ഉദ്യോഗസ്ഥനായ എസ് ജയശങ്കർ, അദ്ദേഹം ലണ്ടൻ നഗരത്തിൽ വെച്ച് വേണ്ടുന്ന സുരക്ഷാ ഏർപ്പാടുകളുടെ ദൗർബല്യം കൊണ്ടാണ് എന്ന് നമുക്ക് സംശയിക്കാവുന്ന രീതിയിൽ ഖലിസ്ഥാൻ തീവ്രവാദികളുടെയും ഖലിസ്ഥാൻവാദികളുടെയും അനുകൂലമായി നമ്മുടെ പതാക കീറിയെറിയുകയും അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹത്തിന് മുന്നിലേക്ക് ചാടി വീഴുകയും ചെയ്ത സംഭവം ഉണ്ടായത്. ഒരുപക്ഷേ ഈ കാര്യക്ഷമമായൊരു ഇടപെടൽ ബ്രിട്ടീഷ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്ന് സംശയിക്കാൻ ന്യായമുണ്ടോ എന്ന കാര്യം അന്വേഷിക്കേണ്ടതാണ്. ബ്രിട്ടീഷ് സേനയുടെ സംരക്ഷണം നമ്മുടെ അവിടെ സന്ദർശിക്കുന്ന ഇന്ത്യൻ വിദേശകാര്യമന്ത്രിക്ക് 100% ലഭിക്കേണ്ട ഉത്തരവാദിത്വം ബ്രിട്ടീഷ് സർക്കാരിനുണ്ടെങ്കിലും അത് നടപ്പിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ലോ എന്നുള്ള കാര്യം ഇന്ത്യ ആശങ്കപ്പെടുന്ന കാര്യമാണ്. മാത്രമല്ല, ഒരു രാഷ്ട്രത്തിൻ്റെ പതാക ആ രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കീറി എറിയുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ നിയമലംഘനമായിട്ടാണ് രാജ്യങ്ങൾ കാണുക. ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങളുടെ കടയ്ക്കലാണ് ഈ ഖലിസ്ഥാൻവാദികൾ കത്തിവെച്ചത്. അപ്പോൾ ആ കത്തിവെച്ച സമയത്ത് അത് നോക്കി നിന്ന ബ്രിട്ടീഷ് സേന എന്തുമാത്രം കാര്യക്ഷമത ഈ കാര്യത്തിൽ കാണിച്ചു എന്ന കാര്യത്തിൽ നമുക്ക് ആശങ്കയുണ്ട്.